റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ചിരിക്കുന്നു DIG. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചു. അത് ആർക്കാ മനസ്സിലാവാത്തത്? ആ ക്യാമറ ദൃശ്യങ്ങളും ആ CCTV ദൃശ്യങ്ങളും ഒക്കെ കണ്ട കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവൂലേ? വീഴ്ചയുണ്ട് സാർ. ഗോവിന്ദചാമിക്ക് ജയിലിൽ സഹായം പക്ഷേ ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി വെരി ഗുഡ് മോർണിംഗ് റോഷി. നമ്മൾ ജയിൽ DGPയുടെ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ: ആരുടെയും സഹായം ഈ ഗോവിന്ദചാമിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഗോവിന്ദചാമി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് കാണാതെ പോയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നത് റോഷി? അരുൺകുമാർ, നോർത്ത് ജയിൽ DIG ആണ് പോലീസ് ജയിൽ മേധാവി ഈ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ജയിലിനകത്ത് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടാണ്. മറ്റ് 4 ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ നടപടിയെടുത്തിരുന്നു. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെതിരെയും നടപടി വന്നു കഴിഞ്ഞു. പക്ഷേ ജയിലിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ആരും ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാനുള്ള ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന കണ്ടെത്തൽ കൂടി DIGയുടെ ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് നിർണായകമാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഗോവിന്ദചാമി അതീവ സുരക്ഷയുള്ള സെല്ലിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് പുറത്തു ചാടി ജയിലിൻ്റെ പ്രധാനപ്പെട്ട മതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മതിൽ ചാടാൻ അംഗപരിമിതിയുള്ള ഗോവിന്ദചാമിക്ക് എങ്ങനെ സാധിച്ചു എന്ന ഒരു പൊതു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി നൽകുന്നത് ഉദ്യോഗസ്ഥന്മാർ ആരും ഈ ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമിക്ക് സഹായം നൽകിയിട്ടില്ല എന്നതാണ്. അതിനപ്പുറത്തേക്ക് ജയിലിലെ സഹതടവുകാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റിപ്പോർട്ടിലുണ്ടോ എന്ന് വ്യക്തമല്ല. ഇന്നലെ രാത്രിയോടെയാണ് ജയിൽ DIG ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഇന്ന് അത് സംബന്ധിച്ച് പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് ജയിൽ DGP നൽകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഗൗരവമുള്ള റിപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു വലിയ വീഴ്ച സംഭവിച്ചു ജയിൽ വകുപ്പിന് എന്ന്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ റിപ്പോർട്ടും ജയിൽ അന്വേഷണ റിപ്പോർട്ടും എത്രയും പെട്ടെന്ന് നൽകണമെന്ന നിർദ്ദേശം കൂടി അന്ന് യോഗത്തിൽ നൽകിയിരുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ആർക്കും മനസ്സിലാവും എത്ര വീഴ്ചയാണ്. ഗുരുതരമായ വീഴ്ചയല്ലേ സംഭവിച്ചത്. 3 മിനിറ്റ് നേരം ഈ ഗോവിന്ദചാമി അകത്ത് പോകുന്നു, പുറത്തു വരുന്നു, സാധനങ്ങൾ എടുക്കുന്നു. അവിടെ നിന്ന് 3 മണിക്കൂർ നേരം കോമ്പൗണ്ടിൽ ഉണ്ടാവുന്നു. ആരും കണ്ടില്ലത്രേ. എന്തൊരു സംഭവം.